അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ചൈനീസ് നിർമ്മാണ കമ്പനിയായ ജെറ്റോർ എന്ന് പറഞ്ഞൊരു കമ്പനി വണ്ടിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജെറ്റോറിൻ്റെ T2 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, സ്പെഷ്യൽ വണ്ടി തന്നെയാണ്. ഒരുപാട് ചർച്ചകൾക്ക് എന്താ പറയുക വഴിയൊരുക്കൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഏകദേശം നമ്മളെ ഡിഫൻഡറിനായിട്ട് വരെ കമ്പയർ ചെയ്തൊരു വണ്ടിയാണ് വരുന്നത്. ഏകദേശം ലുക്ക് ബേസും ഒരു അത്ര ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 70-75% ഡിഫൻഡറിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു വണ്ടിയായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി വരുന്നത് കേട്ടോ. ഇത് 0 കിലോമീറ്റർ ആണ് വരുന്നത്. ലാസ്റ്റ് മോഡലിന് 2025 മോഡലാണ് വരുന്നത്. ഇതും സെയിലിനുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ ആരും സ്കിപ്പ് ചെയ്താൽ കാണാം. ഒരുപാട് എന്താ പറയുക, ചെറിയൊരു ലോ ബഡ്ജറ്റിൽ ഒരുപാട് നല്ല കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ചൈന ഇറക്കിയിട്ടുള്ള ഈ T2 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് പുതിയ വണ്ടിയാണ്. എന്താ പറയുക, 0 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പിന്നെ ഇതും സെയിലിനുള്ളൊരു വണ്ടി തന്നെ കേട്ടോ. ഈ വണ്ടി ചൈനയിൽ അറിയപ്പെടുന്നത് ട്രാവലർ എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അത് വിദേശ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്താണ് ഇതിനെ T2 എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ 2023 വാഹന വിപണിയിൽ ചൈനീസ് കമ്പനി ഈ വണ്ടി ആദ്യമായി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി വരുന്നത് GCC സ്പെക് ആട്ടോ വരുന്നത്. ഇതിൽ 2 വെർഷൻസ് ഉണ്ട്. GCC സ്പെക് വരുന്നുണ്ട്, അമേരിക്കൻ വെർഷൻസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ചൈനീസിന് വേറെത് വരുന്നുണ്ട്. അറിയാലോ, അത് പലതും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നത് കേട്ടോ. അതുപോലെ ഇതൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഒരുപാട് ഓഫ് റോഡ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഓഫ് റോഡ് സ്പെക്കാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ വരുമ്പോൾ അറിയാലോ. പിന്നെ നമ്മളെ ഈ ബോണറ്റുമ്പോൾ വരുന്ന ഈ ബ്ലാക്ക്, ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഇത് എന്താ പറയുക, അത് സെയിലുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ വെയിലിട്ടിട്ട് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. അതുപോലെ നമ്മളിതിൻ്റെ ഫ്രണ്ടോട്ട് വരുമ്പോൾ തന്നെ ജെറ്റോർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് തന്നെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ ഈ ലെറ്ററിങ് വരുന്നത് ഇലുമിനേറ്റഡ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു ഗ്രിൽ ഷേപ്പായിട്ട്, ആ ഗ്യാപ്പിൽ ഓരോ ഗ്രില്ലിൻ്റെ മോഡൽ ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മൾ എന്താ പറയുക, ഇത് ക്യാമറ ആയിട്ട് വരുന്നത്. നമ്മളെ 360 ഡിഗ്രി ക്യാമറ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ. അതുപോലെ നമ്മൾ ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള വലിയ ഒരു ഗ്രില്ല് ഏരിയയും കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഒരു അഡാസ് കൺട്രോളർ, അതായത് സെൻസറും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. പിന്നെ നമുക്കിതിൽ 2 ലിപ്പ് വരുന്നുണ്ട്, ഈ ഗ്രീൻ ഷെയ്ഡ് വരുന്നത്. ഇത് പലരും പലത് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഈ ഗ്രീൻ ഷെയ്ഡ് ലിപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താ പറയുക, ഇതൊന്നുമല്ല, അതൊരു നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈനാണ്. അതുപോലെ നമ്മൾ അഡാസ് കൂടാതെ 4 പാർക്കിംഗ് സെൻസറുകൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ടെണ്ണം വെച്ചിട്ട് 4 പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 സൈഡിലായി 2 ഫോഗ് ലാമ്പ് വേണം. അതേപോലെ മേലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LED-കൾ 2 ചേമ്പറുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് വരുന്നത്. അതെന്താ പറയുക, ഈ വണ്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഇതന്നെ പറയട്ടെ. നമുക്കത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. പക്ഷെ നല്ല ഡിസൈനും എന്താ പറയുക, കാണുമ്പോൾ എന്താ പറയുക, ഒരു കൃഷ്ണമണിൻ്റെ ഒരു ലുക്കിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 ചേമ്പറുകളായിട്ട്, ലൈറ്റിൻ്റെ 4 സൈഡുകളായിട്ട് 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് കേട്ടോ. 4 സൈഡുകളായിട്ടും അതും LED ലൈറ്റ് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ കീ വരുന്നത് ഇതാട്ടോ. പിന്നെ ഇത് ഓട്ടോ സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, പുറത്തിരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് JT എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാൻ പറ്റും കേട്ടോ. എന്താ പറയുക, ഇത് നല്ലൊരു ക്യൂട്ട് ഡിസൈൻ അല്ല സക്കരിയ, നല്ല അടിപൊളി ഒരു ഡിസൈൻ ആയിട്ട് ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതേ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളെ ഈ DR എലമെൻറ്റിലും ഇവർ ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് ഞാനിത് കാണിച്ചു തന്നത്. എന്താ കണ്ടോ, എന്തായാലും ഒരു രക്ഷയില്ല. എന്തായാലും എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ബമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ വരുന്നത്. ബമ്പർ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അതേപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. വൈപ്പറും ട്രഡീഷണൽ രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്, പൊക്കി വെച്ചിട്ട് എന്താ പറയുക, ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗ്ലാസിൻ്റെ മേലോട്ട് വരുമ്പോൾ അവിടെ 2 ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ വണ്ടിയിൽ വരുന്ന എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരുപാട് 360 ഡിഗ്രി ക്യാമറ തന്നെയാണ് ഇതും വരുന്നത്.
അതുപോലെ ഇതിൻ്റെ വീല് വരുന്നുണ്ടോ, വീലൊരു എല്ലാ ഷെയ്ഡിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് വരുന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ടൈപ്പ് ആട്ടോ. ഇതിൻ്റെ സ്പൂൺ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ ലിപ്പ് കണ്ടോ, ഇതും അതേ ആ വീലിന് കണക്കാക്കിയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഡിസൈനിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടുകൊണ്ടാവും ഇതൊരു ഡിഫൻഡർ ലുക്ക് എന്ന് എന്താ പറയുക എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ബാക്ക് ടയറിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതേപോലെ സൈഡ് മിറർ വരുന്നത്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, നമുക്ക് താഴോട്ട് ക്യാമറ കാണാൻ പറ്റും. അതും എന്താ പറയുക നല്ലൊരു സ്പെഷ്യൽ ഡിസൈനിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളെ ഡോർ ലോക്ക് അതും ഒരു ബോഡി കളറായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക ഒരു അതുപോലെ നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരാം. 220 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 700 മില്ലിമീറ്റർ വാട്ടർ കപ്പാസിറ്റി വരെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതായത് 700 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്, കമ്പനി പറയുന്നത്. അതേപോലെ 700 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഡോർ ഹാൻഡിൽ വരെയൊക്കെ എന്താ പറയുക നമുക്ക് മുക്കി കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ്സ് നൈസ് അല്ലേ സക്കരിയ? അത് അടിപൊളി ഒരു ഫങ്ഷൻസ് ആണല്ലോ അല്ലേ? ഒരു ഫ്ലഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ എൻ്റെ അഭിപ്രായം പറഞ്ഞു കൊടുക്ക്. നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയും ഈ കമ്പനിയിലൊരു പ്രത്യേകത പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാരക്ടർ ലൈനൊക്കെ കണ്ടോണ്ടോ, നൈസ്, നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെൻഡറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നും കൂടി ബൾക്കായിട്ട് വരുന്ന ഒരു ഫെൻഡറായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ സിസ്റ്റം കാര്യങ്ങളൊരു ചെറിയ ലൈറ്റ് സിസ്റ്റം അതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു LED സിസ്റ്റം. അതുപോലെ നമ്മളെ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെപ്പിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഈ കീമുള്ള വേറൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു. നമ്മളെ ഈ അൺലോക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ഈ അൺലോക്ക് സിസ്റ്റം ഇങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ വിൻഡോ ഓട്ടോമാറ്റിക് താവും ചെയ്യും. പിന്നെ നമ്മളെ സൈഡ് മിറർ ഉണ്ടാവും, സൈഡ് മിറർ ഓട്ടോമാറ്റിക് വന്നു. നമ്മൾ ഈ ലോക്കിംഗ് സിസ്റ്റം അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓട്ടോമാറ്റിക് അത് പൊന്തും ചെയ്യട്ടോ. ദാറ്റ്സ് നൈസ് ലേതക്കരിയ. അതെന്താ പറയുക അതൊരു സ്പെഷ്യൽ ഇതിൻ്റെ ഒരു ഉദാഹരണം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് BMW വാഹനങ്ങളിലാട്ടോ. ആ ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ ഈ വണ്ടിക്കുണ്ട്. മീൻസ് ആ ഒരു സിസ്റ്റം കൂടി അവർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അതുപോലെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ കേസാണ് കേട്ടോ. നമ്മളെ ചാവിൻ്റെ ഒരു സിസ്റ്റം എന്താ പറയുക നമ്മൾ ലോക്കിംഗ് സിസ്റ്റം കണ്ടില്ലേ, ആ ഒരു സിസ്റ്റം പോലെ തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാമറൻ്റെ യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ടൈൽ ലാബ് ഇവിടെ കാണാം കേട്ടോ. അത് നല്ല നല്ല അടിപൊളിയായിട്ട് LED ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കാണുന്ന 4 ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നല്ല നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഡോർ പാഡും അതൊക്കെ എന്താ പറയുക ഒരു ഇതിൻ്റെ ഷേപ്പിൽ തന്നെയാണ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഒരു ജെറ്റോർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ആണ്. അത് ഞാൻ പറഞ്ഞില്ല ഒരു ഇതാക്കി വെച്ചിട്ടുള്ളതാണ്. എന്താ പറയുക വെയിലടിച്ച് ഫേഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. സെയിലുള്ള വണ്ടിയാണ്, അത്യാവശ്യം വെയിലിൽ തന്നെയാണ് ഈ വണ്ടിക്ക് എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഫേഡ് ആവണ്ടാച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ബമ്പറിൽ ഫ്രണ്ടിൽ വരുന്ന അതേപോലത്തെ ബമ്പർ പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക അവിടെയും ക്യാമറ അതും രൂപീകരിച്ചിട്ടുണ്ട്. അതും സെയിം ടൈപ്പാണ്, 4 ക്യാമറ ബാക്കിൽ വരുന്നുണ്ട്. 360 ക്യാമറ തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്കിത് ഇവിടെ വരുമ്പോൾ ഒരു T2 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ നമ്പറും കൂടി അവിടെ നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക നമ്മളൊരു ഡോർ ലോക്കിൻ്റെ 2 ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. എന്താ പറയുക പണ്ടത്തെ നമ്മൾ വിജാഗിരി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ടൈപ്പിൽ 2 ലോക്കിംഗ് സിസ്റ്റം വരെ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഡോറിൻ്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട് വരും. പിന്നെ നമ്മൾ പ്രഷർ കൊടുത്താൽ മതി. അത്യാവശ്യം നല്ലൊരു ഡിക്കി സ്പേസ് തന്നെയാണ് ഇത് വരുന്നത്, നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മൾ ഡിക്കി സ്പേസ് കാര്യങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതൊക്കെ ഇത് കാണിച്ചു കൊടുത്താൽ ഇവിടെ വേറെ സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. നോക്കൂ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. ഇത് നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ അല്ലേ, അതല്ല ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം കോഫി കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു കപ്പാസിറ്റിനായിട്ടാണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി ഡിസൈനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമറൻ്റെ ടൈമിങ് എന്താ പറയുക ലൈറ്റ് കുറച്ച് മങ്ങിയോണ്ടാന്ന് തോന്നുന്നു.
ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയി കിട്ടുന്നില്ല. അതുപോലെ നമ്മൾ ഈ ബുഡ് സ്പേസിൽ വരുന്ന ഒരു നെറ്റ്, അതായത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു പ്ലഗിങ് സിസ്റ്റം വരുന്നുണ്ട്, അതായത് മൊബൈൽ കാര്യങ്ങൾ ചാർജ് ചെയ്യാൻ ഈ കാര്യങ്ങൾ അങ്ങനത്തെ അത് വെച്ചിട്ടുണ്ട്. ഈ ചാർജിങ് ഔട്ട്ലെറ്റ് വരുന്നത് 12 വോൾട്ടിൻ്റെ ആയിട്ട് വരുന്നത്, ഇതാണ് വരുന്നത്. ഇവിടെ അതും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും ഇതെന്താ പറയുക, നല്ല നല്ല മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. ये किसके लिए यूज़ करता है? जब पंचर हो जाता है ना गाड़ी में पंचर हो जाएगा तो वो सिग्नल ഓക്കെ ഓക്കെ. നമ്മൾ റോഡിൽ നമ്മളെ ഇത് വെക്കൂലേ, നമ്മൾ അതിൽ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് സീൻ കാര്യങ്ങളൊക്കെ വെക്കൂലേ, ആ സാധനമാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ലോങ് അത് റിഫ്ലക്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സിഗ്നലിൻ്റെ ഇതാണ് ഇതിൽ ചെയ്തത്. അതുപോലെ നമ്മൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് തന്നെ അതും ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഗ്ലാസിൻ്റെ 4 സിസ്റ്റം കാര്യങ്ങളും, ലോക്ക് അൺലോക്കിംഗ് സിസ്റ്റം, ഡോർ ഓപ്പൺ സിസ്റ്റം, പിന്നെ നമുക്ക് സോണിൻ്റെ ഒരു ചെറിയ സ്പീക്കർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ജെറ്റോറിൻ്റെ ഒരു ഇത് കണ്ടോ, ഇതിവിടെ ഒരു ലൈറ്റ് സിസ്റ്റം ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയുണ്ട്, നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലോ. പിന്നെ നമുക്കിതാ ഇവിടെ എന്താ പറയുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ബാക്ക് സീറ്റിൽ JT എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ജെറ്റോറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് അത് വരുന്നത്. അതുപോലെ നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഈ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെയുണ്ട് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്കിതിലിപ്പോൾ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നത്, നമ്മളെ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, നമുക്കിതിൽ എല്ലതും കറക്റ്റായിട്ട് കാണാനും എല്ലതും നമ്മൾ ഇൻഡിക്കേറ്റർ സിഗ്നൽ കാര്യങ്ങൾ അതൊക്കെ ഇതിൽ കാണാൻ പറ്റും. നമ്മളെ സ്റ്റാറിംഗ് വീല് വരുന്നത് നമ്മളെ കീൻ്റെ ഒരു ഡിസൈൻ ടൈപ്പ് തന്നെ ഉണ്ട് സ്റ്റാറിംഗ് വീലും വരുന്നത്. ആ കീ കാണിച്ചു കൊടുത്താൽ ഈ കീൻ്റെ ഇതേ ഡിസൈൻ തന്നെയാണ് നമ്മളെ സ്റ്റാറിംഗ് വീലും വരും. നല്ല അതിമനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ അഡാസ് കൺട്രോൾ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിൽ നല്ല രസകരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മളെ മീറ്റർ സ്പേസിലേക്ക് വരുമ്പോൾ എല്ലതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ കാര്യങ്ങൾ എന്താ പറയുക, എല്ലതും പാർക്കിങ്ങിൻ്റെ ഓപ്ഷൻസും നമുക്ക് എന്തൊക്കെയോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതുപോലെ ഈ ഭാഗത്ത് വരുന്നത് ഒരു ലെതർ ടൈപ്പായിട്ട് വരുന്നത്. പിന്നെ അവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഓറഞ്ച് കളറിൽ അതും ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സൗണ്ട് സിസ്റ്റം കണ്ടോ, ഇവിടെ നല്ല ഡ്രൈവ് യുവർ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു സ്പീക്കറാണ് അവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മളെ ഫോർ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതിൻ്റെ 2 സൈഡിലായിട്ടും നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഈ AC-ൻ്റെ ഇത് സിസ്റ്റങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ 2 എന്താ പറയുക ചെറിയൊരു ലൈറ്റ് സിസ്റ്റം കൂടിയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അഡീഷണൽ ഇവർ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ട്രാവൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കാണാം. പിന്നെ എന്താ പറയുക, നമ്മളൊരു സ്പേസ് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ വേറൊരു സ്പേസും കാണാം കേട്ടോ. നമുക്ക് ഫോണ് കാര്യങ്ങൾ അങ്ങനത്തെ ഇവിടെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് അത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് വീണ്ടും വരാം. ഇത് നല്ല അടിപൊളി കളർഫുൾ ആട്ടോ. അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ നമ്മളെ വണ്ടിൻ്റെ ഒരു സൈഡ് ഡോറ് ഓപ്പൺ ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതൊക്കെ 2 ഡോറ് തുറക്കുകയാണെങ്കിൽ അവിടെ അത് കാണും. പിന്നെ എന്താ പറയുക, ഓഫ് റോഡ് സിസ്റ്റം, അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും നമുക്ക് സെപ്പറേറ്റ് ഇതിലുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാം. അതുപോലെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മോഡുകളായിട്ടാണ് വരുന്നത്. ഇതിലാണ് നമുക്ക് ഡ്രൈവ് മോഡുകൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് വണ്ടികൾ വിടാനുള്ളത്. അതിൽ അത്യാവശ്യം മോഡുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പാർക്കിംഗ് സിസ്റ്റം, പിന്നെ ഡ്രൈവ്, ട്രാക്ക്, പിന്നെ ഓഫ് റോഡ് ഓടുന്ന എല്ലാതും സെപ്പറേറ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതിന് 4 സൈഡിൽ നമുക്ക് AC ബട്ടൺ കാണാം, ക്യാമറേൻ്റെ ബട്ടൺ കാണാം, പിന്നെ കൂളിംഗ് അഡ്ജസ്റ്റിങ്, പിന്നെ ഇത് നമ്മളെ ഗിയർ ലിവർ ഇതാണ് വരുന്നത്. അതും എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഒരു ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 2 ഹാങ്ങിങ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മൊബൈൽ എന്താ പറയുക ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളാണ്. ഇവിടെ മൊബൈൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, ചാർജ് ആവും. അതിൻ്റെ ഒരു ഓപ്ഷൻസ് കൂടി വന്നിട്ടുണ്ട്. ഒരു സമയത്തിന് 2 മൊബൈൽ വരെ ചെയ്യാവുന്നൊരു സ്പേസ് ആയിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം, നമുക്കിതിൽ സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അത് നല്ല രസമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കൊടുത്താൽ 2 കപ്പുകളോടെ വെക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ഓപ്പൺ ആക്കാം. ഇത് നല്ല അത്യാവശ്യം ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടും കൊണ്ടും എന്താ പറയുക സെപ്പറേറ്റ്. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. നല്ല താഴോട്ടാണ് സ്റ്റോറേജ് ഉള്ളത്.
എന്താ അതുപോലെ നമുക്ക് 2 ഡ്രൈവർ സൈഡിലും പിന്നെ ഓഫ് റോഡിൽ പോകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കസ്റ്റം ചെയ്യുന്ന ഐറ്റംസുകളാണ്. പക്ഷേ ഇതൊക്കെ കമ്പനി നമുക്ക് ചെയ്തു തന്നെ തന്നെയാണ്. ഓഫ് റോഡ് പോകുമ്പോൾ പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും പിടിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ നമ്മൾ ബാക്ക് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ പാസഞ്ചർ സൈഡിലുള്ള ഈ ഒരു പിടുത്തുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ പറയാം. എന്താ പറയുക, ഈ ഡോർ ഓപ്പൺ സിസ്റ്റം, പിന്നെ നമ്മളെ ഗ്ലാസ് റിമൂവ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ ഇതും നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്കിൽ നല്ല രസത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് എന്താ പറയുക സ്റ്റിച്ചിങ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പേസ് തന്നെ എന്താ പറയുക അത്യാവശ്യം 3 ആൾക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആണ്. ഇതിലും എന്താ പറയുക, ഇതിൽ ബാക്കിലെ സീറ്റ് ബെൽറ്റ് വരുന്നത് ഓറഞ്ചിലാണ് വരുന്നത്. ഓറഞ്ചിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ബാക്കിലോട്ട് വരുമ്പോൾ AC ഇവൻറ്റുകൾ കാണാം. പിന്നെ താഴോട്ട് തന്നെ എനിക്കൊന്ന് കുറച്ച് ഇരുട്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായി വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. നോർമൽ ടൈപ്പും C ടൈപ്പൊക്കെ ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വണ്ടിൻ്റെ ജെറ്റൂർ T2 എന്ന് പറഞ്ഞ മോഡലിൻ്റെ പുതിയ വിശേഷങ്ങൾ. പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് എന്താ പറയുക നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതും കൂടി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് പറഞ്ഞുതരാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. എന്താ പറയുക അത്യാവശ്യം നല്ല കംഫർട്ടാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ. ഈ കേസ് ഡ്രൈവിംഗ് के लिए कैसा अच्छा है ना? अच्छा है, ഓപ്ഷൻസ് अच्छा है. പിന്നെ നമുക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളാണ്. എല്ലതും നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ इसमें कौन सा मोड आता है? 4 व्हील है. 4 व्हील തന്നെ ഇതിലെല്ലാ മോഡും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക് യു പറയണ്ട നമ്മൾ ജായ്ബ്രോനോട്. ജായ്ബ്രോ ആണ് നമുക്ക് ഇത് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. ആളെ ഞാൻ പറഞ്ഞാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ ബിൽഡിങ്ങിന് നേരെ താഴത്താണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലത്തെ ഒരുപാട് നല്ല വീഡിയോ നമ്മൾ ഇനി വരുന്നതാണ്. ഈ വണ്ടിയും സെയിലുള്ളതാട്ടോ. ഓക്കെ, ഈ വണ്ടിയും സെയിൽ ചെയ്യാനുള്ള തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു പുതിയ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതേപോലത്തെ വണ്ടിൻ്റെ വിശേഷങ്ങൾ അതിലേക്ക് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ.